നീ അശ്രദ്ധനാണ്, അശ്രദ്ധന. ഇനി നമുക്ക് പറയാം, അശ്രദ്ധയുടെ മൂടുപടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് പുറത്തു വരാൻ നമുക്കൊരു അമല് ചെയ്യണ്ടേ? ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു അമല് നിങ്ങൾ ചെയ്യുവോ? എന്റെ ചില കൂരെന്നെ നേരിട്ട് വയല് കേൾക്കുന്നവരും ഇത് പിന്നീടെങ്ങാനും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, എന്താ നാറുന്ന അല്ല, കരിഞ്ഞു പോയാ? ഒന്നും കരിഞ്ഞില്ലല്ലോ, നാറ്റം പറയുന്നു. എനിക്കറിയാം എന്റെ കുടല് കരിഞ്ഞായിരിക്കും വിശന്നിട്ട്. എന്തോ കരിഞ്ഞു നാറുകയാണ്, കത്തുന്നൊന്നുമില്ലല്ലോ. ആ ശരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് മാറ്റണം. ആ മാറ്റം എങ്ങനെയാണ് വേണ്ടതെന്നറിയോ സഹോദരങ്ങളെ? പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഅറാഫ് തന്നെ 205-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നതെന്തെന്നറിയോ? വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫാ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. സഹോദരങ്ങളെ, ഈ പറയുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണേ. എന്നാൽ അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു മാറ്റിത്തരുന്നതാ, അശ്രദ്ധയിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നതാ. എന്നിട്ടോ നമ്മുടെ ജീവിതത്തെ അല്ലാഹു ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറ്റുന്നതാ. സഹോദര, ഏതാണ് അമലെന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാണ്, വദ്കുർ റബ്ബക ഫീ നഫ്സിക. നീ അല്ലാഹുവിനെ പറ്റി ഓർക്കണേ, അല്ലാഹുവിനെ പറ്റി ഓർക്കണേ മനുഷ്യ. നീ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണേ മനുഷ്യ. സഹോദരങ്ങളെ, ഖൽബിനകത്ത് പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലലും ദിക്റാ. അതുകൊണ്ട് ഓർക്കലും പറയലും ദിക്ർ തന്നെയാണ്. അല്ലാഹ് പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക്. അല്ലാഹുവിനെ പറ്റി നീ ഓർക്കുകയും പടച്ചവന്റെ നാമം, അല്ലാഹുവിന്റെ നാമങ്ങൾ മൊഴിയുകയും ചെയ്യണേ. എന്നിട്ടല്ല പറയുകയാണ്, തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗൽ. അല്ലാഹ് 3 നിബന്ധനകൾ വെച്ച് ദിക്ർ ചൊല്ലാൻ. അതിൽ 2 അല്ലാഹുവിനെ ഓർക്കുമ്പോൾ, അതിൽ 1 ദിക്ർ ചൊല്ലുമ്പോഴുമാണ്. ഏതാണ് പടച്ചവനെ പറ്റി മനസ്സിന്റെ ഉള്ളറകളിൽ ഓർക്കുമ്പോ നമ്മൾ പാലിക്കേണ്ടതെന്നറിയോ? അല്ലാഹ് പറയുകയാ, തളർറുആ തളർറുആ. വിനയത്തോടെ വേണം നീ പടച്ചവനെ ഓർക്കാം. നീ ആരെ പറ്റിയാ ഓർക്കുന്നത്? നീ ആരെ പറ്റിയാ ഓർക്കുന്നത്? നിന്റെ നേതാവിനെ, നിന്നെ സൃഷ്ടിച്ചവനെ, നിന്നെ പടച്ചവനെ, നിനക്ക് ഭക്ഷണം തന്നവനെ, നിനക്ക് വെള്ളം തന്നവനെ, നിനക്ക് ഉയിരിട്ടവനെ, നിനക്ക് ആയുസിട്ടവനെ, നിനക്ക് ചലനമിട്ടവനെ, നിനക്ക് റൂകൂടിയവനെ, നിന്നെ ഉറക്കിയവനെ, നിനക്ക് വസ്ത്രം തന്നവനെ, നിന്നെ രക്ഷപ്പെടുത്തിയവനെ, നിന്നെ അവസാനം സംഹരിക്കുന്നവനെ നീ ഓർക്കണം. എങ്ങനെ? തളർറുആ. വിനയത്തോടെ വേണം പടച്ചവനെ ഓർക്കാൻ. രണ്ടാമതല്ല പറഞ്ഞത് വഖീഫാ. നല്ല ഭയത്തോടെ വേണം പടച്ചവനെ ഓർക്കാൻ. അല്ലാഹ് ഭീകരനായതുകൊണ്ടല്ല, അല്ലാഹ് ഭീകരനായതുകൊണ്ടല്ല. ചിലര് പറയുന്നത് അല്ലാഹ് ഈ ചില മരണ അബുദാബിയിൽ 4 മക്കൾ മരിച്ചു, 5 കുട്ടികൾ ഉണ്ടായിരുന്ന പ്രവാസി മലയാളികൾക്ക് അവര് അബുദാബിയിൽ ഒരു ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ 4 പൊന്നുമക്കൾ അപ്പോഴേ മരിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ അതിന്റെ അടിയിലെ കമന്റുകൾ, അല്ലാ എന്തല്ലാ, അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൊല്ലുവോ, ഇവരുടെ കണ്ണീര് കാണുവോ എന്നൊക്കെ ചോദിച്ചിട്ട്. സഹോദരങ്ങളെ, അതിനെപ്പറ്റി വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ഒരു ദിവസം മതിയാകാതെ വരും. അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം ഉമ്മാക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണ്. ഇത് അള്ളാന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പടച്ചവൻ എന്തോ ഹിക്മത്തുണ്ടാവും. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കാലും കൈയൊക്കെ നിവർത്തി അങ്ങ് കിടന്നു.
അയാൾ നോക്കുമ്പോൾ ഉണ്ട് വലിയ ഒരു മരം. ആ മരത്തിന്റെ പേര് അക്രൗട്ടണ്ടി മരം എന്നാണ്. വലിയ മരം, നല്ല ഉയരമാണ്. ഭയങ്കരമായ ഉയരത്തിൽ നിൽക്കുന്ന കായകളോ ചെറിയ കായകളാണ്, ചെറിയ കായകൾ. അയാൾ ഇങ്ങനെ നോക്കി. എന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചെറിയ വള്ളി. ആ വള്ളികളിൽ ഭീമാകാരമായ വലിയ മത്തൻ, മത്തങ്ങയും തണ്ണിമത്തനും ഒക്കെ പടർന്നു കിടക്കുന്ന കണ്ടിട്ടില്ലേ? വലിയ തണ്ണിമത്തൻ, 10 കിലോ 15 കിലോ ഭാരമുള്ള തണ്ണിമത്തനൊക്കെ ചെറിയ വള്ളിയിലാണ് പിടിക്കുന്നത്. അപ്പോ ഈ മനുഷ്യൻ ഈ നേരത്തെ പറയപ്പെട്ട ഈ എമുക്കളിൽപ്പെട്ട ആരോ ആയിരിക്കണം അത്, അല്ലേ? ഈ യുക്തിവാദികളിൽപ്പെട്ട ഏവനെങ്കിലും ആയിരിക്കണം, മറ്റേ അരിഫ് ഹുസൈന്റെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. അപ്പൊ അയാൾ ചിന്തിച്ചു, ദൈവത്തിന് വട്ടുണ്ടാ? ദൈവം പൊട്ടനാണ്? ഈ വലിയ മരത്തിലെ ചെറിയ കായും ചെറിയ വള്ളിയിൽ വലിയ കായും, എന്റെ വലിയ മരത്തിൽ വലിയ കായും ചെറിയ വള്ളിയിലെ ചെറിയ കായും അല്ലേ പടച്ചോൻ വെക്കേണ്ടത്? അല്ല പൊട്ടനാണോ? ഇയാളിങ്ങനെ ചിന്തിച്ച് കിടന്നു. കണ്ണ് മയങ്ങി. കാറ്റടിച്ചു. മരത്തിന്റെ മുകളിൽ നിന്നൊരു ചെറിയ കായ നേരെ അത് ഇളകി ഇയാളെ തലയിൽ തന്നെ വന്നങ്ങ് വീണു. ഇയാളെ തലയിൽ വന്നങ്ങ് വീണു. ചാടി എഴുന്നേറ്റ് തല തടകി. ചെറിയൊരു വേദന മാത്രമേ ഉണ്ടായുള്ളൂ. അയാള് പറയാ, ദൈവമേ പടച്ചോനെ, നീ എത്ര വലിയവനാണ്! ഈ വലിയ മരത്തിന്റെ മുകളിൽ തണ്ണിമത്തന്റെ വലിപ്പത്തില് കായായിരുന്നെങ്കിൽ എന്റെ തല ഉണ്ടാവുമായിരുന്നോ? എന്റെ തല എപ്പോഴേ പൊട്ടി പിളർന്നു പോയേനെ. ചെറിയ കായ നീ വെച്ചതിൽ ഹിക്മത്തുണ്ടല്ലോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാഹ്ക്ക് നമ്മോട് വലിയ. ചിലപ്പോൾ നിങ്ങൾ കടലിൽ പോയാൽ ഒന്നും കിട്ടൂല. കൊണ്ടുപോകുന്ന ആ പങ്കായവും ആ കൊതുമ്പ് വെള്ളവും വലയുമായിട്ട് തിരിച്ചു വരേണ്ടി വരും. ഒരാഴ്ച നിന്നാലും ഒന്നും കിട്ടൂല. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ചാകരയായിരിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിക്കുമത്താണ്. ഇതൊക്കെ പടച്ചവൻ അറിയാം, അള്ളാഹുവിനെല്ലാം അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അള്ളാഹു ഭീകരനാണെന്ന ചിന്ത നമുക്ക് വേണ്ട. ദയയില്ലാത്തവനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണെന്ന ചിന്ത വേണ്ട. ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. വഖീഫ, അള്ളാഹനെ ഭയപ്പെട്ടു വേണം അവനെ ഓർക്കാൻ. ഞാൻ ഓർക്കുന്നത് എന്നെ പടച്ചവനെയാണ്, എന്നെ സൃഷ്ടിച്ചവനെയാണ്. ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം, ഒപ്പം വിനയം ഉണ്ടാകണം. ഇനി ദിക്ർ ചൊല്ലുമ്പോഴോ വതലറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗൽ, അല്ലാഹ് പറയുകയാണ് വദൂനൽ ജഹരി മിനൽ ഖൗൽ, നീ മിതമായ ശബ്ദത്തിൽ വേണം ദിക്ർ ചൊല്ലാൻ. നീ മിതമായ ശബ്ദത്തിൽ വേണം ദിക്ർ ചൊല്ലാൻ. ഈ വലിയ ശബ്ദത്തിൽ വിളിച്ചുകൂവേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങളെ പ്രവാചകരോടൊപ്പമുള്ള ഒരു യാത്രയെ ഒരു മലയിലേക്ക് കയറുമ്പോൾ ആവേശത്തോടെ ഞങ്ങൾ ഉറക്കെ തക്ബീർ അങ്ങ് ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളോട് പറയുന്നു, ഇന്നക്കും ലാ തദഊന അസമ്മ വലാ ഗായിബാ, ചെകിട് പൊട്ടുള്ള ഒരാളെ അല്ലല്ലോ നിങ്ങൾ വിളിക്കുന്നത്, മറഞ്ഞു നിൽക്കുന്ന ഒരാളെ അല്ലല്ലോ നിങ്ങൾ വിളിക്കുന്നത്. ഇന്നല്ലദീ തദഊനഹു സമീഉൻ ഖരീബ്, നിങ്ങൾ വിളിക്കുന്ന പടച്ചതമ്പുരാ കേൾക്കുന്നവനും സമീപസ്ഥനുമല്ലേ. അയറാബികളായ ആദിവാസികളായ വിവരം കുറഞ്ഞുപോയ അറബികൾ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അറബ്ബുനാ ഖരീബുൻ ഫനുനാജിഹി അം ബഈദുൻ ഫനുനാദിഹി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് അടുത്താണോ എങ്കിൽ ഞങ്ങൾക്ക് അഭിമുഖ സംഭാഷണം നടത്താമല്ലോ, കുശലം പറയാമല്ലോ. അതല്ല ദൂരെയാണോ എന്നാ ഞങ്ങൾക്ക് നിലവിളിക്കാമല്ലോ. നബിയെ പറഞ്ഞു തരൂ, പടച്ചവനെവിടെയാ? ആ സമയത്ത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മാലാക കടന്നു വന്നു, ഓതി കൊടുത്തു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എന്നെ പറ്റി അങ്ങയോട് ആര് വന്ന് ചോദിച്ചാലും പറയണം ഞാൻ അടുത്തുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. എന്റെ റബ്ബന്റെ കരണഞരമ്പിനേക്കാൾ അടുത്തവനാണ്. അള്ളാഹു അവനെ പറ്റി നമ്മളോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞത് മിൻ ഹബിലിൽ വരീദ്.
അല്ല പറയുന്ന കരണഞരമ്പിനേക്കാൾ അടുത്തവനാണ് അല്ലാ. ഏറ്റവും വലിയ അടുപ്പം ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാരാണ്. കാരണം അല്ല പറഞ്ഞു ഹുന്ന ലിബാസുല്ലകും വഅന്തും ലിബാസുല്ലഹുൻ. എന്റെ എല്ലാ കുറവും അറിയുന്നത് ഞാനിട്ടിരിക്കുന്ന വസ്ത്രമാണ്. എന്റെ ഭാര്യ എന്റെ വസ്ത്രമാണ്, എന്റെ ഭർത്താവ്. പെണ്ണെ, നിന്റെ ഭർത്താവ് നിന്റെ വസ്ത്രമാണെന്ന് പറഞ്ഞാൽ അത്ര അടുപ്പമുണ്ട് നീയും നിന്റെ ഭർത്താവും, അല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും. അതിലേറെ അടുപ്പമാണ് നിന്റെ ഉമ്മ. കാരണം എന്തേ? നീ ഉമ്മയുടെ ഉള്ളിലായിരുന്നു. ഉമ്മയുടെ ചോര കുടിച്ച് നീ 9 മാസം 5 മാസം 10 ദിവസം കിടന്നു. 4-ാം മാസത്തിന് ശേഷം പ്രസവിക്കുന്നത് വരെ. പിന്നെ നീ പ്രസവിച്ചിട്ട് ഉമ്മയിൽ നിന്ന് വേർപെട്ടപ്പോ ഉമ്മയുടെ സ്തനപാനം നടത്തിയിട്ട് ഉമ്മയുടെ സൗന്ദര്യം മുലപ്പാലായി നിന്റെ ഉള്ളിൽ നീയാക്കി. നിന്റെ ഉമ്മയോട് അത്രയും അടുപ്പമുണ്ട്. അതിലേറെ അടുപ്പമാണ് നിന്റെ വാപ്പ. കാരണം എന്ത്? നിന്റെ വാപ്പയുടെ രേതസ്കണം നട്ടെല്ലിലൂടെ വന്നിരുന്ന ഒരു തുള്ളി ബീജമാണ് നീ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ ഇങ്ങനെയൊക്കെ അടുപ്പമുണ്ടെങ്കിൽ പോലും അല്ല പറയുന്നു, ഞാൻ എന്റെ ദാസനോട് മിൻ ഹബിലിൽ വരീദ്, കരണഞരമ്പിനേക്കാൾ അടുത്തവനാണ്. നമുക്ക് കരണഞരമ്പെന്ന് പറഞ്ഞാൽ അത് മുറിച്ച പിന്നെ തീർന്നു. അത് അത്രയും ചേർന്നിരിക്കുക നമ്മുടെ എല്ലാ ബോഡിയിലേക്കും അതിന്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ നിലയിൽ അല്ല നമ്മുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് ശബ്ദം താഴ്ത്തി വിനയത്തോടെ ഭക്തിയോടെ നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്ത് ദിക്ർ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അല്ലാഹു ഈ ആയത്തിന്റെ അവസാനം പറയുന്നു, വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധനാകരുത് എന്ന് പറഞ്ഞാൽ നീ ഇത് ചെയ്താൽ മതി, നിനക്ക് അശ്രദ്ധ മാറും. അശ്രദ്ധ മാറും. രാവിലെ മൊബൈൽ എടുത്ത് ചാർജ് ചെയ്യണം. വൈകുന്നേരം വരെ കളിക്കാനുള്ളതല്ലേ. വൈകുന്നേരം കുത്തിയിട്ടില്ലെങ്കിൽ നേരം വെളുക്കും. വൈകുന്നേരം കുത്തിയിട്ടാലേ നേരം വെളുക്കുന്ന സമയം വരെ നമുക്ക് അതിൽ റീൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്നതുപോലെ നീ രാവിലെ ബിൽ ഗുദുവി, പ്രഭാതത്തിലും വൽ ആസാലി, പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരം ഒന്ന് ദിക്ർ ചെല്ലണം. ഇത് ഖുർആൻ. എപ്പോഴാ ദിക്ർ ചെല്ലേണ്ടത്? രാവിലെയും വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവും, സുപ്രഭാതത്തിലും സായാഹ്നത്തിലും, പ്രഭാതത്തിലും പ്രദോഷത്തിലും, മോർണിംഗിലും ഈവനിങ്ങിലും നമ്മൾ എപ്പോഴും ദിക്ർ ചെല്ലുന്ന അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. ആ ഓർമ്മ സഹോദരങ്ങളെ നമ്മളെ അശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നതാ. ഇന്നിപ്പോ ഞാൻ എല്ലാത്തിനെയും വിമർശിക്കുന്ന ആളാണെന്നൊന്നും കരുതിക്കളയല്ലേ. ഇന്നിപ്പോ ഓരോരുത്തർക്ക്, ഓരോ സ്ത്രീകൾക്ക്, ഓരോ ആളുകൾക്ക് ഓരോ ആത്മീയ മജ്‌ലിസുകളുണ്ട്. ആത്മീയ മജ്‌ലിസ് രാവിലെ ഒരു ഉസ്താദിന്റെ മജ്‌ലിസാണ്. ഉസ്താദ് ഇങ്ങനെ ഒരു മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് അൽ ഫാത്തിഹ അങ്ങനെ എല്ലാവരെയും കൂട്ടി അവിടെ ഉസ്താദിന്റെ റൂമിൽ ഇരുന്ന് ഇങ്ങനെ അൽ ഫാത്തിഹ വിളിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടിക് ടിക് എന്ന ശബ്ദം കേൾക്കാം. ഗൂഗിൾ പേ പൈസ ദ്വാരക്കാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ദ്വാരക്കുന്നു. അള്ളാഹു ഇന്ന സഹോദരി അവിടെ നിന്നൊരു 135 രൂപ അയച്ചിരിക്കുകയാണ്. അള്ളാഹു ഇനി അത് കൊടുക്കണേ. റംലായാണ്, ഫാത്തിമാണ്, ആയിഷയാണ്, ഖദീജയാണ്. അപ്പം മറ്റു പെണ്ണുങ്ങൾക്ക് ആവേശമായി പെട്ട ഉടനെ തന്നെ ഉസ്താദെ ദാ കടത്ത് പിടിച്ചോ 250 അടിച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഉസ്താദ് ഉടനെ ദാ ഇന്ന സ്ഥലത്ത് നിന്ന് ആയിഷ 250 രൂപ അയച്ചിരിക്കുകയാണ്. അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഭർത്താവ് വന്നിട്ട് പറയുന്നടി ഒരു ഗ്ലാസ് ചായ. അവിടെ നിൽക്കും മനുഷ്യൻ, ഞാൻ ഉസ്താദിന്റെ യൂട്യൂബിൽ ഇരിക്കല്ലേ, ഉസ്താദിന് വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നീ അവിടെ ആത്മീയ കച്ചവടത്തിൽ ഇങ്ങനെ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറെ സ്ത്രീകളൊക്കെ ദിക്റുകളൊക്കെ ചെല്ലുന്നുണ്ട്. അത് ഞാനിങ്ങനെ പറഞ്ഞു എങ്കിൽ പോലും ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതങ്ങനെ ചെയ്യട്ടെ, അതങ്ങനെ നടന്നു പൊയ്ക്കോട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു ദുആ പറഞ്ഞു, നിങ്ങൾ ഇന്ന ദുആ ചെയ്തോളെ, ഇന്ന ദിക്ർ നിങ്ങൾ ചെയ്തോളെ. നമ്മൾ ആ ദിക്ർ മുടക്കൂല, ഒരു പെണ്ണുങ്ങളും മുടക്കൂല. ആ ഉസ്താദ് തന്ന ദിക്ർ 40 ദിവസം ഞാൻ ചൊല്ലിയിരിക്കും, ഉറപ്പാ. ഉസ്താദ് പറഞ്ഞു 40 ദിവസം ചൊല്ലണം. അങ്ങനെ പറഞ്ഞു. ആ ദിക്ർ നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നെ രാവിലെ സുബഹി കഴിഞ്ഞാൽ ഒരുപാട് ഓതാനുണ്ട്, അസർ കഴിഞ്ഞാൽ ഓതാനുണ്ട്, മഗ്രിബ് കഴിഞ്ഞാൽ ഒത്തിരി ഓതാനുണ്ട്. ഞാൻ ഈ തെക്കും വടക്കും ഒക്കെ പോകുമ്പോൾ മഹാന്മാരെയൊക്കെ പോയി കാണും. അവരെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഇജാസത്ത് തരും, ഇന്നത് ഓദിക്കോ, ഇന്നത് ഓദിക്കോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടക്കിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല, മുടക്കില്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ തന്നെ കേൾക്കണം. എന്നാൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയണ ചില കൂരുകാരെ, ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ഇന്ന് മുതൽ ചൊല്ലിക്കോളി. ഞാൻ പോട്ടെ, ഞാൻ ഒരു പ്രഭാഷകനല്ലേ. ഹസ്ബുല്ലാ വാഫക്കി തങ്ങൾ പറയാണ്, നിങ്ങൾ ഇന്ന ദിക്ർ മുടങ്ങാതെ ചൊല്ലിക്കോളി.
എല്ലാരും മുറുകെ പിടിക്കൂലേ? ചൊല്ലൂലേ? ചൊല്ലും. എന്നാൽ തങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഈ വിനീതനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ പ്രവാചകന്മാരെയും എല്ലാവരെയും സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിക്കാൻ കാരണബോധരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, ചില കൂറുകാരാ നമസ്കാരം കഴിഞ്ഞാ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി 100 തികച്ചോ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ഫാത്തിമ ബീവി കൈപൊട്ടി ഒലിച്ചപ്പോ, ചോര വാർന്നൊലിച്ചപ്പോ, പൊന്നുവാപ്പാ എനിക്കൊരു സെർവന്റിനെ തരുവോ എന്ന് ചോദിച്ചു വന്നപ്പോ, മോളെ ജോലിയുടെ ഭാരം കുറയാൻ വാപ്പ മോളോടൊരു കാര്യം പറയട്ടെ, കിടക്കാൻ നേരത്തെ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ മോളെ, നിന്റെ ജോലിയുടെ ഭാരം കുറയുമെന്ന് മുത്തുനബി തന്റെ പൊന്നുമോളോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചിലക്കൂരിലെ ഉമ്മ അടുക്കളയിൽ പഠിച്ച പണി 18 നിങ്ങൾ പിടിച്ച പണി 18 ഉണ്ടെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുമ്പോ, പിടിച്ചത് പണിയുണ്ടെന്ന് പറയുമ്പോ, പിടിപ്പത് പണിയുണ്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് കിടക്കാൻ നേരത്തെ ദിക്റെന്ന് ചൊല്ലിയാ നേരം വെളുക്കുമ്പോ ജോലി എളുപ്പമാക്കി തരുമെന്ന് റസൂലുള്ളാഹ് പറഞ്ഞില്ലേ? ആരാ മുത്തുനബി പറഞ്ഞത് മുടക്കാതെ ചെയ്യുന്നത്? സഹോദരങ്ങളെ, തിങ്കളും വേഴവും ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. എന്താ നബിയെ തിങ്കളങ്ങ് നോമ്പ് പിടിക്കാൻ കാരണം? ഫീഹി വുലിതു, അന്ന് ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടതെന്ന് മുത്തുനബി പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് പിടിക്കാം. മുസ്ലിമേ, നമുക്കെന്ത് മടിയാ? ഉസ്താദുമാര് തരുന്ന ദിക്ർ മുറുകെ പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞ ദുആകളെ കാറ്റിൽ പറത്തുന്നവരാ നമ്മള്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞാൻ അവസാനിപ്പിക്കുകയാ, 2 മണിക്കൂർ ആവാൻ പോവാ. നോക്ക് 2 മണിക്കൂർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകള്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെന്ന മദീനയുടെ പ്രസിഡന്റ്, മദീനയുടെ പ്രധാനമന്ത്രി, ഭരണാധികാരി, അമീറുൽ മോമിനീൻ സംഘവുമായിട്ട് വന്നിട്ടൊരു പണക്കിഴി കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എന്തിനാണിത്? അത് കുറച്ച് പണമാണ്. മരിക്കാൻ പോകുന്ന എനിക്കെന്തിനാ സമ്പത്ത് ഉസ്മാൻ തങ്ങളെ? അത് നിങ്ങളുടെ പെൺമക്കളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനാ. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരൂല. എന്താണ് ഇത്ര ഉറപ്പെന്ന് ചോദിച്ച ഉസ്മാൻ തങ്ങളോട് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മക്കള് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതുന്നവരാ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടില് ദാരിദ്ര്യം വരൂല, നിങ്ങൾക്കെന്ന് ചാകര തന്നെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടില് പണം അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ പെൺമക്കൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഓതി തങ്ങളെ. അതുകൊണ്ട് നിങ്ങളെ പണം വേണ്ട, അല്ല എന്റെ പെൺമക്കളെ പട്ടിണിക്കിടൂല. ചിലക്കൂരിലെ ഭർത്താവ് പങ്കായം പിടിച്ച് തഴമ്പിച്ച കൈയുള്ള ചിലക്കൂരിലെ പാവപ്പെട്ട ഭർത്താവ് ഒരു കൊതുമ്പ് വള്ളത്തിൽ കയറി തുഴഞ്ഞു പോയപ്പോ ഏതോ പെണ്ണാ വീട്ടിലിരുന്ന് വാക്കിയ ഓതിയത്. അപ്പോഴോ അള്ളാന്റെ റസൂല് പറഞ്ഞു, വാക്കി ഓതിയ ദാരിദ്ര്യം വരൂല. എന്ന വേറെ ഏതോ ഒരു എംബോക്കി പറഞ്ഞു കൊടുത്തു, മണി പ്ലാന്റ് വെച്ചാൽ നിങ്ങൾക്ക് പണം വന്ന് കയറും. അങ്ങനെ കാട് മുഴുവനും വീടാക്കി. അപ്പോഴോ കൊമ്പേറി കയറിയല്ലാതെ പണം വന്നില്ല, അല്ലേ?
പാമ്പഴഞ്ഞ് വന്നതല്ലാതെ ആരെങ്കിലും വീട്ടിൽ പണം വന്നോ? മണി പ്ലാന്റ് വെച്ചിട്ട് പണം വന്നോ? ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ അവഗണിച്ചിട്ട് വേറെ ആരെങ്കിലും ഒക്കെ പറയുന്നതിനെ വാരി വെക്കുന്ന ആ സമ്പ്രദായം കളഞ്ഞിട്ട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഞാനത് അനുഷ്ഠിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകൂ. ഇൻഷാ അല്ലാഹ് വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫാ വദൂനൽ ജഹരി മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോടി. ദിക്റുകൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിന് ശേഷമുള്ള ഒരു ദിക്റും മുടക്കരുത്. കിടക്കാൻ നേരത്ത് ഈ പറയുന്ന ആയിഷ, നീ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നീ ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ കിടക്കരുത്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും നിന്നിൽ സംതൃപ്തയാകാതെ നീ കിടക്കരുത്. ഖുർആൻ ഖത്മ് ചെയ്യാതെ കിടക്കരുത്. അംബിയ മുർസലീങ്ങൾ മുഴുവനും, എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ മുഴുവൻ പ്രവാചകന്മാരും നാളെ നിനക്ക് വന്ന് ശഫാഅത്ത് ചെയ്യുന്നത് ഉറപ്പ് വരുത്താതെ കിടക്കല്ലേ മോളെ ആയിഷ പറഞ്ഞിട്ട് മുത്തുനബി ഇറങ്ങിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചെന്നപ്പോ ആയിഷ ബി ഇങ്ങനെ ഇത് തൂങ്ങുക, ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങുന്നില്ല. എന്റെ മോളെ നീ ഉറങ്ങുന്നില്ലേ? മുത്തുനബിയെ, നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ചെയ്യാനാ? ഞാൻ എങ്ങനെ ഹജ്ജും ഉംറയും ചെയ്യും? എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അംബിയ മുർസലീങ്ങൾ എനിക്ക് നാളെ ശഫാഅത്ത് ചെയ്യുന്ന എന്ത് ഉറപ്പുള്ളത്? ലോകത്തുള്ള എല്ലാ ചിലക്കൂരുള്ള അടക്കം, നിങ്ങളടക്കം, ഞാനടക്കം, പനൂരുള്ള ഞാനടക്കമാ പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ ആളുകളും എന്നിൽ സംതൃപ്തരാകണം എന്ന് ഞാൻ എങ്ങനെ അറിയും? ഖുർആൻ ഖത്തം ചെയ്യണമെങ്കിൽ ഒരു രാത്രി കൊണ്ട് പറ്റുമോ നബിയെ? എനിക്ക് ഉറങ്ങണ്ടേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ 3 ഇഖ്ലാസ് ഓതിക്കോ. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി ഖത്തം തീർക്കുന്നതിന്റെ കൂലിയ എന്ന് കരുതിയിട്ട് വാപ്പ മരിക്കുമ്പോൾ ആർക്കെങ്കിലും 500 കൊടുത്ത ഒരു ഖത്തോദം പറഞ്ഞേൽപ്പിച്ച 3 ഖുൽ ഹുവല്ലാഹ് ഓതി അടിച്ചു കൊടുക്കരുത്. ഞാൻ ഖത്തോദി 500 തരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉസ്താദന്മാരെ കളിയാക്കണല്ല. അവർക്ക് പൈസ കൊടുക്കണമെന്ന്. എന്തിനാ പള്ളിക്ക് പൈസ? ഞാൻ എന്റെ കമ്മിറ്റിക്കാരടുത്ത് പറയും, നിങ്ങൾ എനിക്ക് തരണ്ട, എനിക്കിപ്പോ പ്രസംഗമൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കണം. അവർക്ക് ഇത് തികയാതെ വരുമ്പോഴാണ് നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഒരു കിലോ ഇറച്ചി എത്ര, 1 കിലോ മീൻ എത്ര, അല്ലെങ്കിൽ 1 കിലോ അരി എത്ര, പത്രം എത്ര, പാലെത്ര, ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെയല്ലേ ഉസ്താദുമാരും കൊടുക്കുക. ആ ഉസ്താദുമാർക്ക് ഈ ശമ്പളം, തുച്ഛമായ ശമ്പളം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞൊരു ഉസ്താദ് ദ്വാരക്കാണ് കുറച്ച് കട, ഞാൻ ശമ്പളമൊക്കെ ഉണ്ടാ, എത്രയുണ്ട്? 12,288 രൂപ. ഞാൻ ചോദിച്ചു അതെന്താ? അത് ശതമാനം വെച്ച് കൂട്ടിയതാ, ഓരോ വർഷവും ഇത്ര ശതമാനം വെച്ച് കൂട്ടും അത്രേ. അത് ഞാൻ പറഞ്ഞു, എന്താ അവർക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു 13 രൂപ തന്നൂടെ, അല്ലെങ്കിൽ 15 രൂപ തന്നൂടെ? നമ്മൾ കൊടുക്കണം. ബാങ്കിൽ ഇങ്ങനെ അള്ളാഹ്ക്ക് കുറെ പൈസ ഇട്ടിട്ട് എന്ത് കിട്ടാനാ? ഒരു കാര്യമില്ല. പൈസ ഉസ്താദന്മാർ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഇവര് പെട്ടെന്ന് നിസ്കരിക്കും, ദുആയൊക്കെ ചുരുക്കും, മങ്കൂസ് മൗലിദിനെ വീണ്ടും മങ്കൂസാക്കും. അപ്പൊ മങ്കൂസ് എന്ന് പറഞ്ഞാൽ വലിയ മൗലിദിനെ മങ്കൂസാക്കിയതാണ് മങ്കൂസ് മൗലൂദ്. ഷോർട്ട് മൗലൂദ് എന്നാണ് അതിന്റെ അർത്ഥം. ഉസ്താദെ ഒരു മങ്കൂസ് മൗലൂദ് ഓതണം. അതിനെന്താ അവന് എന്താണ് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശറബിൽ അവലി ഖമറ നബിൽ ഹുദാ വൗജന റഹൂദും പറഞ്ഞിട്ട് ഒരു ഹിക്കായത്ത് ഓതിയിട്ട് ഏറ്റവും ഒടുവിലത്തെ ബൈത്ത് ചെല്ലും, ഇല്ലേ? അഹ്യാ റബിയൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിരികിരി മൗലിദി അഹ്മദി എന്ന് പറഞ്ഞ ആദ്യത്തെ ഹിക്കായത്തും അവസാനത്തെ ബൈത്തും ചെല്ലും. നിങ്ങൾ കുറ്റം പറയണ്ട. എന്താണെന്നറിയോ? ഈ മൗലൂദ് കഴിഞ്ഞിട്ട് വേണം അത്തർ കച്ചവടത്തിന് പോവാൻ. അതെന്താ കാരണം? കൊടുക്കുന്ന ശമ്പളം തികയുന്നില്ല. അപ്പൊ അയാൾക്ക് മക്കളെ വളർത്തണ്ടേ? അപ്പൊ അത്തർ കച്ചവടത്തിന് പോവും. ചിലപ്പോ കവുങ്ങി കയറാൻ പോവും, ചിലപ്പോ തെങ്ങി കയറാൻ പോവും, ചിലപ്പോ മീൻ കച്ചവടത്തിന് പോവും, ചിലപ്പോ ചോറ് വെക്കാൻ പോവും, ചിലപ്പോ കഞ്ഞി വെക്കാൻ പോവും. അപ്പൊ അത് വരരുത്. അത് വരാതെ ആലിമീങ്ങളെ പള്ളിക്കകത്ത് തന്നെ നിർത്തണം. അവർക്ക് മതിയായ പത്രത്തിൻ്റെത്. എന്റെ സെക്രട്ടറി, അദ്ദേഹം മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം പറയുമായിരുന്നു, ഉസ്താദേ 31-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതിയിൽ ശമ്പളം ഉസ്താദുമാർക്ക് കൊടുക്കണം. അദ്ദേഹം പറയാൻ എന്താ കാര്യം? നിങ്ങൾ പാലുകാരനോട് പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി തരാന്ന്, പത്രക്കാരനോട് പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി തരാന്ന്, പിന്നെ മക്കളുടെ ഫീസ് കൊടുക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 1-ാം തീയതി തരാന്ന്. നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ തരണം. ആ ഞങ്ങൾ 5-ാം തീയതി ആക്കിയാൽ നിങ്ങളെ പള്ളി ചീത്ത പറയുന്നത് പാലുകാരനാണ്. അത് നിങ്ങളെ തൊപ്പിയോടുള്ള അനാദരവാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. അതിന് ഞങ്ങൾ കാരണക്കാരാകാൻ പാടില്ല. അതുകൊണ്ട് 31-ാം തീയതി എന്ന പൈസ നിങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊടുത്തേക്ക്.
ആ ഒരു രീതി ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്തോ പറഞ്ഞപ്പോ അങ്ങോട്ട് കയറി പോയതാ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞേ ശമ്പളത്തിന്റെ കാര്യം? അല്ലാഹു അല, എവിടെ പോയി? അതാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരവും പരിശുദ്ധമായ ഞാൻ പറഞ്ഞു വന്നത് 3 ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്ം ഓതിയ കൂലിയാണ്. ഓദിക്കോ, എത്ര സെക്കൻഡ് വേണം? ഖുൽ ഹുവല്ലാഹു അഹദ്. കുൽഫു അല്ലാഹ് ഓദിക്കളയല്ലേ, നല്ലോലെ പഠിക്കണം. ചിലർ കുൽഫു അല്ലാഹു അഹദ്, അങ്ങനെയൊന്നുമല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് 3 ഓതി ഒരു ഖത്തമായി. പിന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കൊണ്ടും സംതൃപ്തി നേടണം. പിന്നെ പറഞ്ഞ എന്താ? ഒരു ഹജ്ജും ഉംറയും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയായി. ഒറ്റ ദിക്ർ. അപ്പൊ എല്ലാ അമ്പിയാക്കളും നാളെ നീയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് നിനക്ക് ശഫാഅത്ത് ചെയ്യും. പിന്നെ എല്ലാവരെയും നീ സംതൃപ്തിയിട്ട്, എല്ലാവരുടെയും സംതൃപ്തി നേടിയിട്ട് കിടക്കണം. അതെനിക്ക് തോന്നുന്നതിന്റെ ഓർമ്മ, ഞാനിപ്പോൾ ഓർമ്മിച്ചവും പറഞ്ഞതാ. അതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി പഠിച്ചോളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാവരെ പറ്റിയും നല്ലത് ചിന്തിക്കണമെന്നാണെന്ന് തോന്നുന്നു. അല്ലാഹു അലം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആരക്കൽ. അതെ ലോക മോമിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കണം. എല്ലാ മോമിനീങ്ങൾ അല്ലാഹുമ്മ ഗഫിരിൽ, സംശയമില്ല, ഇത് തന്നെയാ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അല്ലാഹുമ്മ ഗഫിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാവർക്കും വേണ്ടി ദുആരക്ക്. എല്ലാ മോമിനീങ്ങൾക്കും വേണ്ടി ദുആരക്ക്. അവരെല്ലാം നിന്റെ സംതൃപ്തനായിരിക്കും. എന്നിട്ട് നീ കിടക്ക്. അത് നബിതങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തതാ. നേരത്തെ പറഞ്ഞത് നബിതങ്ങൾ മോക്ക് പറഞ്ഞു കൊടുത്തതാ. അതിനു മുമ്പ് പറഞ്ഞത് പൊതുസമൂഹത്തോട് പറഞ്ഞതാ. ഇതെല്ലാം സുന്നത്താണ്, ഇതെല്ലാം ദിക്റാണ്, ഇതെല്ലാം നബിതങ്ങളുടെ ചര്യയാണ്. ഇതാര് ചെയ്യും? ആരെങ്കിലും ചെയ്യോ? ഇപ്പോഴും കോയമ്പത്തൂരിൽ നിന്ന് ഊതാൻ പറയുമ്പോ ചില കൂരിന്ന് ഊതിക്കൊണ്ടിരിക്കുക ചരുവത്തിൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അശ്രദ്ധയിലാണ്ട് കൊണ്ടുപോയി കിടക്കുന്ന മനുഷ്യ, നിന്റെ വിചാരണ അടുത്തു മോനെ. എന്താ നബിയെ ഈ ശഅബാനില് നിങ്ങൾ കൂടുതൽ നോമ്പ് പിടിച്ചത്? നിബിതങ്ങൾ പറയുന്നു, ഉസാമ, അതിന് ഒരൊറ്റ കാരണമാണ്. ഈ മാസം ശഹ്റുൽ ഗഫ്ലത്ത്, അശ്രദ്ധയുടെ മാസമാണ്.